ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഹോം സ്വീറ്റ് ഹോം എന്ന ഗാനം രചിച്ച ജോൺ ഹൊവാർഡിന് സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. കടുത്ത ഏകാന്തത അദ്ദേഹം അനുഭവിച്ചു. ഒരിക്കൽ ഒരു നഗരത്തിൽ വെച്ച് ഏകാന്തത അസഹനീയമായപ്പോൾ അദ്ദേഹം നഗരാതിർത്തിക്കുള്ളിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയുമുണ്ടായി. അയാൾ അടുത്തു കണ്ട ഒരു വീടിൻ്റെ പോർച്ചിൽ കയറി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വീടിനുള്ളിൽ വിളക്കുകൾ തെളിഞ്ഞു. ഒപ്പം പിയാനോയിലൂടെ മധുരമായ സംഗീതം ഒഴുകുവാൻ ആരംഭിച്ചു. ആ വീട്ടിലുള്ളവർ ചേർന്ന് ഒരു പാട്ടുപാടുകയാണ്. അവർ പാടിയ പാട്ട് ഏതെന്നോ? ഹോം സ്വീറ്റ് ഹോം. ജോണിനുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു. അധികം താമസിയാതെ ആ വാതിൽ തുറക്കപ്പെട്ടു. കുടുംബനാഥൻ ഇരു കരങ്ങളും നീട്ടി ആ അപരിചിതനെ തൻ്റെ വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്തു. കൂരിരുൾ താഴ്വരയിലൂടെ നടന്ന് തളർന്ന തൻ്റെ ദൈവ പൈതലിനെയും ദൈവം ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വിരിച്ചൊരുക്കിയ മേശയുള്ള, നിറഞ്ഞ കവിയുന്ന പാനപാത്രമുള്ള യജമാനൻ്റെ ഭവനത്തിൽ നിത്യമായി നാം വസിക്കും. ഈ കാഴ്ച കൺമുൻപിൽ കാണുന്നവരാണ് കൂരിരുൾ താഴ്വര സന്തോഷപൂർവം തരണം ചെയ്യുന്നത്. യഹോവയുടെ ഭവനം തൻ്റെ മക്കൾക്ക് സ്വന്തമാണ്. അവിടെ അന്യനായിട്ടല്ല, അവകാശിയായിട്ടാണ് നാം വസിക്കുന്നത്. ഇടയനായ കർത്താവിനൊപ്പം നടക്കുമ്പോൾ ലഭിക്കുന്ന സുരക്ഷിതത്വവും സന്തോഷവും നാം തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതം എത്രമാത്രം കുത്തൊഴുക്കുള്ളതാണെങ്കിലും അതിന് മധ്യത്തിലൂടെ സ്വസ്ഥതയുടെ നിമിഷങ്ങൾ ഒരുക്കുവാൻ ആ ദൈവം മതിയായവനാണ്. യോശുവ 1:9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്